10ാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പാഠത്തിന്റെ പേര് തേൻ എന്നാണ്. നമ്മൾ ആ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. സ്ക്രീനിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ വഴിയരികിൽ ചെടികൾ, ചെടികളിൽ പൂക്കൾ, പൂക്കളിൽ തേനീച്ചകൾ. ഇത് സിനിമ സംബന്ധിയായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. നമുക്ക് അറിയാം, ഏറ്റവും അധികം സ്വാധീനം ജനമനസ്സുകളിൽ ചെലുത്താൻ കഴിയുന്ന ഒരു കലാമാധ്യമമാണ് സിനിമ. സിനിമ നമ്മളെ പലതരത്തിൽ സ്വാധീനിക്കാറുണ്ട്. സിനിമയെ സമൂഹത്തിന് നേർക്ക് പിടിച്ചിട്ടുള്ള ഒരു കണ്ണാടി എന്ന് പോലും പറയാറുണ്ട്. കാരണം ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ ചിത്രമാണ് ആ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അതിനെ കണ്ണാടി എന്ന് വിളിക്കുന്നത്. നല്ല മൂല്യമുള്ള സിനിമകൾ, ആ സിനിമകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നത് നന്മയും സന്തോഷവുമാണ്. ഈ നന്മയും സന്തോഷവും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും പ്രസരിക്കപ്പെടുന്നു എന്നതാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ തേൻ എന്ന് പറയുന്ന ഈ പാഠഭാഗം ഒരു സിനിമ നിരൂപണമാണ്. ഇത് എഴുതിയിട്ടുള്ളത് വിജയകുമാർ ബ്ലാത്തൂർ എന്ന് പറയുന്ന ഒരു സിനിമാ നിരൂപകനാണ്. അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇത് സെമി കപ്പനോഗ്ലു എന്ന ഒരു ടർക്കിഷ് സംവിധായകന്റെ ബാൽ എന്ന് പറയുന്ന സിനിമയുടെ നിരൂപണമാണ്. ഇവിടെ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് യൂസഫ് എന്ന് പറയുന്ന ഒരു 6 വയസ്സുകാരനും അദ്ദേഹത്തിൻ്റെ പിതാവ് യാക്കൂബ്, അദ്ദേഹത്തിൻ്റെ മാതാവ്, ഈ 3 പേരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഈ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് ഇതിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത്. അതുപോലെ തന്നെ വനം ഒരു നിശബ്ദ സാന്നിധ്യമായിട്ട് അവരുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ഈ സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നിഴൽ ചാർത്തുകൾ നിറഞ്ഞ വന്യനിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ യാക്കൂബിലാണ് സെമി കപ്പനോഗ്ലു സംവിധാനം ചെയ്ത് 2010 പുറത്തിറക്കിയ തേൻ അഥവാ ബാൽ എന്ന ടർക്കിഷ് സിനിമ ആരംഭിക്കുന്നത്. കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചെരുവുകളിൽ ഒന്നിലെ പിന്നാക്ക ഗ്രാമക്കാരനാണ് അയാൾ. കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻമരങ്ങളുടെ മേൽച്ചില്ലകളിലാണ് തേൻകൂടുകൾ സ്ഥാപിക്കുന്നത്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത്. യുവതിയായ ഭാര്യയും 6 വയസ്സുകാരൻ യൂസഫ് എന്ന മകനുമാണ് അയാൾക്കുള്ളത്. കാട്ടിനുള്ളിൽ ഇന്നും യാക്കൂബ് വന്നിരിക്കുന്നത് തേൻ തേടിയാണ്. മരക്കൊമ്പുകളിൽ ഒന്നിൽ നീളൻ കയർ എറിഞ്ഞു കുടുക്കി അത് പിടിച്ചു കയറുകയാണ് അയാൾ. മുകളിലെത്തും മുൻപ് കമ്പ് പാതി അടർന്നു. യാക്കൂബ് താഴേക്ക് വീഴുകയാണ്. ഇടയ്ക്കെങ്ങോ തടഞ്ഞ കയറിൽ തൂങ്ങി മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആടി നിൽക്കുന്ന യാക്കൂബിന്റെ മുഖത്തിന്റെ സമീപ ദൃശ്യം നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുക തന്നെ ചെയ്യും. മരക്കൊമ്പ് അടരുന്ന ശബ്ദത്തോടെ ദൃശ്യം ഇരുട്ടിലേക്ക് മാഞ്ഞ് ടൈറ്റിലുകൾ തെളിയുന്നു. ഇതാണ് ഈ സിനിമയുടെ ആദ്യ രംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. യാക്കൂബ് എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ യുവതിയായ ഭാര്യയും 6 വയസ്സുകാരനായ യൂസഫ് എന്ന് പറയുന്ന മകനും അവര് തേൻകൂടുകൾ വൃക്ഷങ്ങളിൽ വെച്ച് അതിൽ നിന്ന് തേൻ ശേഖരിച്ചാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിത മാർഗമാണ് അയാൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വളരെ ഹൃദയമെടുപ്പ് കൂട്ടുന്ന ഒരു രംഗമാണ് നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന യൂസഫ് കിടക്കയിൽ പാതി മയക്കത്തിലുള്ള അച്ഛനോട് കണ്ട സ്വപ്നം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വിലക്കുന്നു. സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല, അവ അലിഞ്ഞ് ഇല്ലാതായി പോകും. യൂസഫ് അച്ഛൻ്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അവൻ കണ്ട സ്വപ്നം എന്താണെന്ന് നമ്മളും കേൾക്കുന്നില്ല. സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് അതുകൊണ്ട് തന്നെ ലജ്ജാലുവും അന്തർമുഖനുമാണ്. അപ്പം തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അച്ഛനോട് വിവരിക്കാൻ ശ്രമിക്കുന്ന മകൻ അത് അച്ഛൻ വിലക്കുന്നു. എന്താണ് കാരണം? സ്വപ്നം ഉറക്കെ പറയാൻ പാടില്ല എന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെ മാത്രവുമല്ല, അവന് വിക്കുണ്ട്. അവന് അതുകൊണ്ട് പതുക്കെ സംസാരിക്കാനാണ് അച്ഛൻ അവനെ പ്രേരിപ്പിക്കുന്നത്. ഈ വിക്കുള്ളത് കൊണ്ട് തന്നെ അവൻ അന്തർമുഖനാണ്, ലജ്ജാലുവുമാണ്. അവന് സംസാരിക്കാൻ മടിയുണ്ട്, നാണമാണ്. ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഒരു വാക്കിനപ്പുറം അവന് പറയാനാവുന്നില്ല. പക്ഷെ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കണ്ടെത്തിക്കഴിഞ്ഞു. വളരെ പതുക്കെ മന്ത്രണം പോലെ സംസാരിക്കുക. അപ്പൊ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധം അതാണ് നമുക്ക് സിനിമയിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. അപ്പൊ അതിലെ ചില കാര്യങ്ങളാണ്
ചില സംഭവങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതായത് അവൻ ഉറക്കെ സംസാരിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് അച്ഛൻ എന്ത് പറഞ്ഞു? അവനോട് പതുക്കെ സംസാരിച്ചാൽ മതി, ഒരു മന്ത്രണം പോലെ, ഒരു രഹസ്യം പറയുന്നത് പോലെ, മന്ത്രിക്കുന്നത് പോലെ. വേറെ ആരോടും യൂസഫ് സംസാരിക്കുന്നില്ല. അതാണ് മറ്റൊരു സവിശേഷത. അവന് അച്ഛനോട് മാത്രമേ സംസാരിക്കാൻ താല്പര്യമുള്ളൂ, അമ്മയോട് പോലും അവൻ സംസാരിക്കുന്നില്ല. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളെ ഉള്ളൂ, അത് അവൻ്റെ അച്ഛനാണ്. അപ്പൊ അവൻ്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുന്ന, അവന് അതിൽ നിന്ന് രക്ഷാമാർഗം ഉപദേശിച്ചു കൊടുക്കുന്ന, അവനെ പിന്തുണയ്ക്കുന്ന, അവൻ്റെ എല്ലാമാണ് അച്ഛൻ. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല, പോകുന്നതും വരുന്നതും തനിച്ചാണ്. ചിലപ്പോൾ അച്ഛൻ്റെ പരുന്ത് മരച്ചില്ലകളിലൂടെ പറന്ന് അവന് വഴിക്കൂട്ടുകൂടും. അച്ഛൻ്റെ മാർഗനിർദ്ദേശിയായിട്ടുള്ള, അച്ഛന് വഴികാട്ടി കൊടുക്കുന്ന പരുന്ത് അവനും വഴികാട്ടി കൊടുക്കും. അവൻ ആരും കൂട്ടുകാരില്ല. വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ട് വെച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട്. അവനറിയാം അതണിയാൻ ഒരു നാളും അവന് കഴിയില്ലെന്ന്. വളരെ ആത്മസംഘർഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ആ കുട്ടിയുടേത്. കാരണം അവനൊരു വിക്കുണ്ട്, അവന് ഉറക്കെ പാഠം വായിക്കാൻ കഴിയില്ല, കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അവന് ഈ നന്നായി പാഠം വായിക്കുന്നവർക്ക് കൊടുക്കുന്ന ബാഡ്ജുണ്ട്, അതൊരു സ്ഫടിക പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ക്ലാസ്സിൽ. അപ്പോൾ അതിലേക്ക് അവൻ നോക്കിയിരിക്കും. അവനറിയാം അതൊരിക്കലും അവന് കിട്ടുകയില്ലെന്ന്. അതൊരു വല്ലാത്ത ഒരു നൊമ്പരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്, അല്ലേ? അതണിയാൻ അവന് ഒരു നാളും കഴിയില്ലെന്ന് അവനറിയാം. ഒരു ഒഴിവ് സമയങ്ങളിൽ മറ്റു കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിൽ ഇരിക്കും. അതാണ് അവൻ്റെ പ്രകൃതം. അവൻ ഏകാഗിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. മറ്റുള്ളവർ ഓടിക്കളിക്കുമ്പോൾ അവൻ ദൂരേക്ക് നോക്കി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് പതിവ്. മരപ്പലകൾ കൊണ്ട് തേൻകൂടുകൾ പണിയുന്ന അച്ഛൻ്റെ പണിപ്പുരയിൽ ഒരു നാൾ അവൻ ഒരു തടിക്കഷ്ണം ചെത്തി ഒരുക്കുന്ന കാണുന്നു. ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായില്ലാത്ത യൂസഫിന് ആ വഞ്ചി രൂപം ഇഷ്ടമായി. പിന്നീട് പലപ്പോഴായി ആ തടിക്കഷ്ണം ഒരു പായ്വഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം അച്ഛൻ സുഹൃത്തിൻ്റെ മകൻ അത് നൽകിയതായി അവന് തോന്നി. അപ്പൊ അവന് അച്ഛൻ ഇങ്ങനെ ഒരു പായ്ക്കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ തീർച്ചയായും വിചാരിച്ചിട്ടുണ്ടാവും ഇത് തനിക്കുള്ളതാണെന്ന്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അത് കാണാതെ പോയി. അങ്ങനെ വിഷമത്തോടെ അച്ഛനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും എന്ന് മറുപടി. അവനെ ചൊടിപ്പിക്കുന്നവന് കുറച്ച് ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യം അവൻ തീർക്കുന്നത് എങ്ങനെയാണ്? അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഹംദിയോട് പ്രകടിപ്പിക്കുന്ന അവൻ്റെ ഗൃഹപാഠപുസ്തകം എടുത്ത് മാറ്റിവെച്ചിട്ടാണ്. അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പമുണ്ട്. നേർത്ത സ്വകാര്യം പറച്ചിലൂടെയും ചേർന്നുള്ള യാത്രകളിലൂടെയും അത് കൂടുതൽ സുദൃഢമാകുന്നു. അപ്പോൾ ആ സിനിമയിൽ ഉടനീളം നമുക്ക് ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലഞ്ചെരിവിലെ പൂക്കളെയും മരങ്ങളെയും എല്ലാം യൂസഫിനെ പരിചയപ്പെടുത്തുന്നുണ്ട് യാക്കൂബ്. അപ്പോൾ ആ വനത്തിൽ കഴിയുന്ന ആ മനുഷ്യൻ തൻ്റെ മകനെ ആ വനത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് മലഞ്ചെരുവിലുള്ള പൂക്കളിലും മരങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താണ് വളർത്തുന്നത്. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല. കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രം. അപ്പം മറ്റ് സിനിമകളിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ ശുദ്ധമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നത്. അതായത് യാതൊരു വിധത്തിലുള്ള സംഗീതവും ഇഫക്റ്റുകളും ഒന്നും ഒരു രംഗത്തിനും കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ സിനിമയുടെ ഒരു സവിശേഷതയായിട്ട് നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇലച്ചാർത്തുകളിലെ കാറ്റിളക്കങ്ങളുടെ മർമ്മരം, ഈ കാറ്റത്ത് ഇലച്ചാർത്തുകളും അതുപോലെ ശിഖരങ്ങളും ഒക്കെ ഇളകുമ്പോഴുള്ള ആ മർമ്മരം, ആ ശബ്ദം മാത്രമേ, അതുപോലെ കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ. ശുദ്ധമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വൻമരത്തിന് മുകളിൽ കയറി നിൽക്കുന്ന യാക്കൂബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് താഴെ നിൽക്കുന്ന 6 വയസ്സുകാരനാണ്. തൊട്ടിയും പുകക്കൂടും ഒക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് അവൻ വിടുന്നു. ഒരിക്കൽ ഇത്തരം ഒരു യാത്രക്കിടയിൽ അപസ്മാര രോഗം വന്ന യാക്കൂബ് നിലത്ത് വീണ് പിടയുന്നുണ്ട്. കാടിന്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛന് കൂട്ടിരിക്കുന്നത് പാവം യൂസഫ്. അപ്പൊ ആ വന്യതയൊന്നും അല്ലെങ്കിൽ ആ വനത്തിന്റെ നിശബ്ദതയൊന്നും അവനെ ഭയപ്പെടുത്തുന്നില്ല. കാരണം ഈ അച്ഛന് സുഖമില്ലാതെ ഒരിക്കൽ അപസ്മാര രോഗം വന്ന് നിലത്ത് വീണ് ബോധരഹിതനായി കിടക്കുന്ന അച്ഛന് കൂട്ടിരിക്കുന്നത് ഈ കൊച്ചുകുട്ടിയാണ്. അങ്ങനെ നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ കഴിയുന്ന ആ ആത്മബന്ധത്തിന്റെ ഓരോരോ രംഗങ്ങളാണ് നമുക്ക് ലേഖകൻ പരിചയപ്പെടുത്തി തരുന്നത്. തേൻ ക്ഷാമം രൂക്ഷമായിരിക്കുന്നു, തേനീച്ചകളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന് യാക്കൂബ് അത്ഭുതപ്പെടുന്നു. തേൻ തേടി വിദൂര വനാന്തർ ഭാഗത്തേക്ക് ഒരു നാൾ അയാൾ യാത്ര പുറപ്പെടുന്നു. അപ്പൊ തേൻകൂടുകൾ മതിയായ തേൻ അവർക്ക് ലഭിക്കുന്നില്ല. തേൻ ക്ഷാമം വളരെ രൂക്ഷമായിരിക്കുന്നു, തേനീച്ചകളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന് യാക്കൂബ് അത്ഭുതപ്പെടുകയാണ്. കാരണം അവരുടെ ഉപജീവന മാർഗമാണല്ലോ, അപ്പൊ അതിന് മാർഗം കണ്ടെത്തണമല്ലോ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഒരിക്കൽ
വിദൂരമായ വനാന്തർഭാഗത്തേക്ക് ഒരു ദിവസം യാത്ര പുറപ്പെടുന്നു. അച്ഛൻ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ മടിയനായ യൂസഫിനെ അമ്മ ശാസിക്കുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ, അത്രയും തീവ്രമായ ഒരു ബന്ധം അച്ഛനും മകനും തമ്മിലുള്ള ആ അവസ്ഥയിൽ തീർച്ചയായും അച്ഛൻ ആ വന അന്തർഭാഗത്തേക്ക് പോയത് അവനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അച്ഛൻ പോയതിനു ശേഷം പൊതുവെ ഭക്ഷണം കഴിക്കാൻ മടിയനായ യൂസഫിനെ അമ്മ ശാസിക്കുന്നുണ്ട്. തീന്മേശമേൽ അവന്റെ പാൽ അമ്മ കാണാതെ കുടിച്ചവനെ പലപ്പോഴും രക്ഷിക്കാറ് അച്ഛനാണ്. അപ്പൊ അമ്മ നിർബന്ധിക്കും, അവനെ പാലെടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും, അത് കുടിക്കാൻ നിർബന്ധിക്കും. പക്ഷേ എന്ത് ചെയ്യും, അച്ഛൻ അവനെ ഒരു സഹായം ചെയ്യും. എന്താണ്, ആ പാലെടുത്ത് വേഗം കുടിക്കും. അപ്പൊ പിന്നെ അവന് അമ്മയുടെ ഭാഗത്തുനിന്ന് വഴക്കുണ്ടാവില്ലല്ലോ. അങ്ങനെ അവനെ പലപ്പോഴും രക്ഷിക്കാറുള്ളത് അച്ഛനാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തേൻകൂട് വെക്കാൻ പോയ യാക്കൂബ് തിരിച്ചെത്തുന്നില്ല. അപ്പം കാത്തിരിക്കുകയാണ് ഒരു കുടുംബം. തേൻ ശേഖരിക്കാൻ തേൻകൂട് വെക്കാൻ പോയ യാക്കൂബിനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അയാൾ തിരിച്ചു വരുന്നില്ല. അച്ഛൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് യൂസഫ്. ഓരോ ദിവസവും അച്ഛൻ ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷയുമായി കാത്തിരിക്കുകയാണ്. അവന് മിണ്ടാനും പറയാനും അച്ഛൻ മാത്രമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ആ രംഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അവന് അമ്മയോട് പോലും അധികം സംസാരിക്കുന്നവനല്ല. അവന് സ്വതവേ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവനാണ്. അതുകൊണ്ട് അവൻ മന്ത്രണം പോലെ പതുക്കെ രഹസ്യമായിട്ടാണ് അച്ഛനോട് സംസാരിക്കുന്നത്. അച്ഛൻ കണ്ടുപിടിച്ച് കൊടുത്ത ഒരു വിദ്യയാണ് പതുക്കെ സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പോഴവന് ആരോടും സംസാരിക്കാനില്ല. ആകെ മിണ്ടാനും പറയാനും ഉണ്ടായിരുന്ന അച്ഛനാണ്. അച്ഛൻ പോവുകയും ചെയ്തു. പലരോടും അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലം തേടി യാക്കൂബ് നടക്കുന്നത് കണ്ടവരുണ്ട് എന്നറിഞ്ഞു. അപ്പം പലരോടും അന്വേഷിച്ചു. അച്ഛനെ അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലം തേൻകൂട് വയ്ക്കാൻ തേടി നടക്കുകയാണെന്ന് അച്ഛനെക്കുറിച്ച് അറിയുകയും ചെയ്തു. അപ്പം നല്ല സ്ഥലം തേടി അച്ഛൻ നടക്കുകയാണ് എന്ന് യാക്കൂബിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഒരു ദിവസം അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരശീലക്കടിയിൽ മനോഹരമായ പായ്വഞ്ചി കളിപ്പാട്ടം അവൻ കണ്ടെത്തുന്നു. നേരത്തെ തന്നെ അവന് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ മകന് കൊടുത്തിരുന്നു എന്ന് കരുതിയ ആ പായ്വഞ്ചി ഇപ്പോൾ ഇതാ അവൻ കണ്ടെത്തിയിരിക്കുകയാണ് അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരശീലക്കടിയിൽ നിന്നും. ഹംദിയെ താൻ തെറ്റിദ്ധരിച്ച് അധ്യാപകന്റെ കയ്യിൽ നിന്ന് കിഴുക്ക് വാങ്ങിക്കൊടുത്തതിൽ യൂസഫിന് വിഷമമുണ്ട്. അവന് ഇപ്പോൾ ഖേദം തോന്നുന്നുണ്ട്. എന്നാലും തൻ്റെ കൂട്ടുകാരന് ആ വഴക്ക് വാങ്ങി കൊടുക്കരുതായിരുന്നു. അവൻ ഹംദിയുടെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ കിടക്കയ്ക്കരികിൽ ആ തോണി കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ അവൻ്റെ ആ ഹൃദയാലുത്വമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അവൻ്റെ കൂട്ടുകാരനോട് അവൻ ഒരു തെറ്റു ചെയ്തു എന്ന് അവന് ബോധ്യമായപ്പോൾ അതിന് അവൻ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. അവൻ്റെ ആ ഉറങ്ങിക്കിടക്കുന്ന കൂട്ടുകാരൻ്റെ കിടക്കയ്ക്കരികിൽ കൊണ്ടുപോയി ആ പായ്വഞ്ചി വെച്ച് അവനതിൽ സമാധാനം കണ്ടെത്തുകയാണ്. അച്ഛൻ വരുമ്പോൾ നൽകാനായി പലഹാരങ്ങൾ നിർമ്മിക്കുന്ന അമ്മയ്ക്ക് കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടകൾ എടുത്തുകൊണ്ടുപോയി നൽകുന്നത് യൂസഫാണ്. വിശപ്പ് അകറ്റുന്നതിനപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ചും തേനും പാലും മുട്ടയും കഴിക്കുന്നതിനെക്കുറിച്ചുമുള്ള പ്രസ്താവനകൾ ഈ സിനിമയിൽ മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെക്കുറിച്ചാണ് കപ്ലനോഗ്ലു പറയുന്നത്. അപ്പോൾ പ്രകൃതിയും മനുഷ്യരുമായിട്ടുള്ള ആത്മബന്ധത്തെ വളരെ അധികം ആഴത്തിൽ വ്യാഖ്യാനിക്കാൻ നമ്മുടെ ഈ സിനിമ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ ലേഖകൻ കാട്ടുന്നത്. അതായത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കുക, അത് നമ്മുടെ ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന, കൂടുതൽ ചൈതന്യമുള്ളതാക്കി തീർക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ നൽകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കാനോ അമ്മ കരുതുന്നുണ്ട്. അതിനൊക്കെ അമ്മയെ സഹായിക്കുന്നത് ഇവനാണ്. വിശപ്പ് എന്നതിനപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ സംവിധായകന്റെ ആ ചിന്തയും ഇവിടെ നമ്മുടെ മുൻപിൽ ഈ സിനിമ കാണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. രാത്രിയിൽ പുറത്തെ ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാൽപെരുമാറ്റമായി കരുതി വാതിലിനടുത്തേക്ക് ഓടുന്ന യൂസഫ് അന്വേഷണങ്ങളൊന്നും യാക്കൂബിനെ കുറിച്ച് ഒരു വിവരവും നൽകിയില്ല. ദുശങ്കകൾ പരന്ന മനസ്സുമായി അവൻ്റെ അമ്മ കൂടുതൽ മൗനിയായി. അവൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിക്കാതിരുന്നിട്ടും ഒറ്റ വലിക്ക് പാൽ കുടിച്ചു തീർക്കുന്ന യൂസഫ് അമ്മയുടെ മനസ്സറിയുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ പുറത്തെ നിശബ്ദതയൊക്കെയും
ശബ്ദങ്ങളൊക്കെയും ആ നിശബ്ദതയിൽ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാൽപെരുമാറ്റമായിട്ട് അവൻ കരുതുകയാണ്. കാരണം അത്രത്തോളം അവന് അച്ഛനെ കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷവും അവൻ്റെ കാതുകൾ അച്ഛൻ്റെ കാൽപെരുമാറ്റത്തിനായി കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഓരോ ശബ്ദം കേൾക്കുമ്പോൾ അവൻ അറിയാതെ വാതിലിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. അന്വേഷണങ്ങളൊന്നും യാക്കൂബിനെ കുറിച്ച് ഒരു വിവരവും നൽകിയില്ല. അച്ഛൻ എവിടെയാണെന്നോ എവിടെ പോയി എന്ന് വരും എന്നുള്ളതിനെ കുറിച്ചൊന്നുമുള്ള അന്വേഷണങ്ങളൊന്നും എവിടെയും എത്തിച്ചേരുന്നില്ല. ദുശങ്കകൾ പരന്ന മനസ്സുമായി. അപ്പൊ അത്രത്തോളം ദിവസങ്ങൾ പിന്നിടും തോറും അമ്മയുടെ മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകൾ വന്ന് നിറയുകയാണ്. അങ്ങനെ ദുശങ്കകൾ നിറഞ്ഞ എന്തൊക്കെയോ അപായ സൂചനകൾ നൽകുന്ന ചിന്തകളാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ള മനസ്സുമായി അവൻ്റെ അമ്മ കൂടുതൽ മൗനിയായി, ഒന്നും തന്നെ സംസാരിക്കാതായി. അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിക്കാതിരുന്നിട്ടും ഒറ്റ വലിക്ക് പാൽ കുടിച്ചു തീർക്കുന്ന യൂസഫ് അമ്മയുടെ മനസ്സറിയുന്നുണ്ട്. അമ്മയെ കൂടുതൽ വേദനിപ്പിക്കരുത് എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പലതരം ആശങ്കകൾ കൊണ്ട് വേദനിക്കുന്ന അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ അമ്മ കൊടുക്കുന്ന പാൽ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്നുണ്ട്, ഇഷ്ടമില്ലാതിരുന്നിട്ടും. അങ്ങനെ അമ്മയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ യൂസഫ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രാമീണർ വിവരം പറയുന്നു, യാക്കൂബിന് അപകടം സംഭവിച്ചിരിക്കുന്നു. മൃതശരീരം കൊണ്ടുവരാനായി കുറെ പേർ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ വിവരമൊന്നും അറിയാതെ രാവിലെ സാധാരണ പോലെ യൂസഫ് സ്കൂളിലേക്ക് പോയതാണ്. അന്ന് എല്ലാ ദിവസത്തെയും പോലെ പാഠം ഉറക്ക വായിക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചതും അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചതും എന്തിനാണെന്നവന് മനസ്സിലായില്ല. ക്ലാസ് വിട്ട് വീട്ടിലെത്തിയ യൂസഫ് ദൂരെ നിന്ന് തന്നെ വീട്ടിൽ ആൾക്കാർ കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായി. തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നു. അവൻ കാട്ടിനുള്ളിലേക്ക് കുതിച്ചോടി. അപ്പം അവന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു അച്ഛനെന്ന് ആളുകൾ ഇങ്ങനെ, ഗ്രാമീണർ ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. മൃതദേഹം കൊണ്ടുവരാനായിട്ട് കുറേ പേര് കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷെ ഈ വിവരമൊന്നും യൂസഫ് അറിയുന്നില്ല. അവൻ പതിവ് പോലെ സ്കൂളിൽ പോയി. പക്ഷെ അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദിവസമായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവന് പാഠം ഉറക്ക വായിക്കാൻ എന്നത്തെയും പോലെ അന്നും കഴിഞ്ഞില്ലെങ്കിലും അവൻ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിക്കുകയും അവൻ എല്ലാ കാലത്തും മോഹിച്ചിരുന്ന ആ ബാഡ്ജ് അവൻ്റെ കുത്തിക്കൊടുക്കുകയും ചെയ്തു അധ്യാപകൻ. അപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലായില്ല. അപ്പം ആ വേദനയിൽ, അല്ലെങ്കിൽ അവന് പെട്ടെന്ന് ഉണ്ടായ ആ വലിയ നഷ്ടത്തിൽ അവനെ ഒന്ന് പിന്തുണയ്ക്കാൻ, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ അധ്യാപകരും കൂട്ടുകാരും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? എന്തായാലും വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ട് അവന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് തൻ്റെ അച്ഛൻ എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി. അവൻ ഉള്ളിലേക്ക് കുതിച്ചോടുകയാണ്. തൻ്റെ പരുന്ത് കാട്ടിയ വഴിയിലൂടെ, കൊടുങ്കാട്ടിലെ വിജനതയിലൂടെ, ആളില്ലാത്ത ആ ഇരുട്ട പ്രദേശത്തൂടെ വനാന്തർ ഭാഗത്തേക്ക് അവൻ പോവുകയാണ്. അങ്ങും ഇങ്ങും അന്വേഷിച്ച് നടക്കുകയാണ് അച്ഛനെ. പതുക്കെ രാത്രി പരന്നു. ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ, ആരുമില്ലാത്ത അവസ്ഥയിൽ ഒരു മഹാവൃക്ഷത്തിന്റെ കീഴിലെ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു. കാരണം അച്ഛൻ്റെ വേർപാടെന്ന് പറയുന്ന അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താനാവാത്ത വലിയൊരു നഷ്ടമാണ്. അത്ര തീവ്രമായ ഒരു ആത്മബന്ധം ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ബന്ധം അവന് അച്ഛനുമായിട്ട് ഉടലെടുത്തിരുന്നു. അച്ഛനില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് പോലും അവന് സങ്കല്പിക്കാൻ വയ്യ. അവൻ വേഗം അച്ഛൻ ഉള്ള കാട്ടിലേക്ക് പോവുകയും അവിടെ ആ വിജനതയിൽ അവനെ അതൊന്നും ഭയപ്പെടുത്തുന്നില്ല. അതിലും വലിയ വേദനയാണ് അവൻ്റെ ഉള്ളിലുള്ളത്. ആ മഹാവൃക്ഷത്തിന്റെ കീഴില് വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ അവൻ ഒരു അഭയം കിട്ടിയതുപോലെ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്ന യൂസഫിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ചു മാത്രമാണ്. മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭാഷണം വളരെ കുറവാണ്. സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രം ചെയ്യുന്നു. അപ്പൊ ഈ കഥാപാത്രങ്ങളെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു സാക്ഷിയെ പോലെ, ഒരു ദൃക്സാക്ഷിയെ പോലെ ക്യാമറ ഈ കഥാപാത്രങ്ങളെ പിന്തുടരുക മാത്രം ചെയ്യുന്നു. ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഈ സിനിമ ലോകത്താകമാനം വലിയ പ്രശംസ പിടിച്ചുപറ്റി. സ്വപ്നങ്ങളും ബാല്യ കൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിന്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ദൃശ്യത്തെയാണ് നമ്മുടെ ലേഖകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തിനെക്കുറിച്ചൊക്കെ പറയാനാണ്? സ്വപ്നങ്ങള്,
ഒരു സ്വപ്നജീവിയാണ് യൂസഫ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. അവൻ്റെ ബാല്യത്തിലെ കൗതുകങ്ങള്, അവൻ്റെ നിഷ്കളങ്കത, അവൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതിലുള്ള നഷ്ടബോധം, ഇതെല്ലാം നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞു ജീവിതത്തെ ഈ ഒറ്റ ദൃശ്യത്തിലൂടെ അടയാളപ്പെടുത്താനാണ് സംവിധായകൻ ശ്രമിക്കുന്നത്. അതേതാണെന്നോ, അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീടിന് വെളിയിൽ ഇരിക്കുകയാണ് യൂസഫ്. മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണ് കിടക്കുന്ന അമ്പിളിമാമന്റെ പ്രതിബിംബം കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ ആയുന്നു യൂസഫ്. അപ്പൊ ആ വെള്ളത്തൊട്ടിയിൽ പതിഞ്ഞിരിക്കുന്ന അമ്പിളിമാമന്റെ ദൃശ്യം, അപ്പൊ അതിനെ കൈകൊണ്ട് കോരിയെടുക്കാൻ അവൻ ശ്രമിക്കുകയാണ്. അത് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ തല കുമ്പിട്ട് വെള്ളത്തിലെ അമ്പിളിമാമനെ മുത്തമിടുകയാണ് അവൻ. അപ്പൊ അവന്റെ കയ്യെത്തി പിടിക്കാൻ കഴിയാത്ത എന്തിനെയോ അവൻ ചേർത്ത് വെക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ആ തൻ്റെ കവളോട് ചേർക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞ് യൂസഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന. അവസാനം യൂസഫ് അതിൽ മുഖം പൂഴ്ത്തുകയാണ്. ഒരുപക്ഷെ അവൻ്റെ അച്ഛൻ്റെ സാന്നിധ്യമോ സാമീപ്യമോ സ്പർശമോ ഒക്കെ ആയിരിക്കും അതിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നിപ്പോകും അല്ലേ. കൃത്രിമ സംഗീതത്തിന്റെ വെച്ചുകെട്ടലുകൾ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ പ്രഖ്യാപിക്കും. നമ്മൾ സിനിമയുടെ ചെരുവയെ കുറിച്ച് പറയുമ്പോൾ ഇന്നതൊക്കെ വേണം സിനിമയ്ക്ക്, ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിലേ സിനിമ വിജയിക്കൂ അല്ലെങ്കിൽ ആസ്വാദകൻ സ്വീകരിക്കൂ എന്നൊക്കെ നമ്മൾ സിനിമയെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല. കൃത്രിമ സംഗീതത്തിന്റെ വെച്ചുകെട്ടലുകൾ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണ് എന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു എന്നാണ് നമ്മുടെ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും ഭൂപ്രകൃതിയുടെ വന്യതയ്ക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ശാന്ത സ്പർശവും നമ്മെ അതിഭൗതികമായ ഒരു സ്വപ്ന പരിസരത്തിലെത്തിക്കും. വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ലോകത്തേക്ക്, ഒരു സ്വപ്ന ലോകത്തിൽ നമ്മൾ എത്തിപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവമായിരിക്കും ഈ സിനിമ. അത് ഏറെ നാൾ നമ്മെ പിന്തുടരുകയും ചെയ്യും അല്ലെ. മഹത്തായ സിനിമകളൊക്കെ നമ്മുടെ ഉള്ളിൽ പല സൗന്ദര്യങ്ങളും, നമ്മുടെ ഉള്ളിലെ പല ദൃശ്യങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് കുറെ കാലത്തേക്ക് നമ്മളെ പിന്തുടരുമല്ലോ. അതുപോലെ തന്നെ ഇത്തരം ഒരു ചിത്രം, ഒരു വലിയ ഒരു നൊമ്പരത്തിൻ്റെ ഒരു ചിത്രം, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള ഒരു വലിയ ആത്മബന്ധത്തിൻ്റെ ഈ ചിത്രം, അതിൻ്റെ പരിസമാപ്തിയൊക്കെ നമ്മളെ കുറേ കാലം വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വിജയകുമാർ ബ്ലാത്തൂർ എന്ന് പറയുന്ന സിനിമാ നിരൂപകനാണ് ഇത് നമ്മുടെ പാഠഭാഗം എഴുതിയിട്ടുള്ളത്. അപ്പം ഒരു സിനിമ പോലെ ശക്തമായ ഒരു ബോധന മാധ്യമത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം വളരെ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ ഭാഷയുടെ അതിർവരമ്പുകൾ, ഇതൊരു ടർക്കിഷ് സിനിമയാണെന്ന് പറഞ്ഞല്ലോ, ഭാഷയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഭേദിച്ചുകൊണ്ട് സിനിമകളെ ആസ്വദിക്കാനായിട്ട് തീർച്ചയായും നമ്മളെ ഈ പാഠഭാഗം സഹായിക്കുമെന്ന് തന്നെ കരുതാം. നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീണ്ടും നമുക്ക് ചോദ്യോത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.